ഒസാക്ക യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമുക്കൊരു സ്പെഷ്യൽ അതിഥിയായിട്ടിരിക്കുന്നത് ഒസാക്ക ഗ്രൂപ്പിലെ വൺ ഓഫ് ദി വെർട്ടിക്കൽ കമ്പനിയായിട്ടുള്ള ഒസാക്ക എയർ ട്രാവൽസ്, അതിൻ്റെ മിസ്സെലേനിയസ് ഡിപ്പാർട്ട്മെന്റ് ഹെഡ് ശ്രീ കീർത്തിയാണ് ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത്. കീർത്തിക്ക് സ്വാഗതം. നമസ്കാരം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന ടോപ്പിക് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറ്റസ്റ്റേഷൻ. അറ്റസ്റ്റേഷൻ UAE അറ്റസ്റ്റേഷനെ പറ്റിയിട്ടാണ് ഇന്ന് നമ്മൾ വിശദമായിട്ട് സംസാരിക്കാൻ പോകുന്നത്. ഇപ്പോൾ പൊതുവെ അറ്റസ്റ്റേഷൻ്റെ 3 കാറ്റഗറികളാണ് ഉള്ളത്. ഒന്ന് നമ്മുടെ ബർത്ത് സർട്ടിഫിക്കറ്റ്, മാരേജ് സർട്ടിഫിക്കറ്റ് ഇങ്ങനെയുള്ള കാര്യങ്ങളും, 2 അക്കാഡമിക്കലായിട്ടുള്ള സർട്ടിഫിക്കറ്റുകളും, 3 ലീഗലായിട്ട് വരുന്ന ചില അഫിഡവിറ്റ് പോലുള്ള ചില ഡോക്യുമെൻറ്റുകളും. ഇപ്പോൾ ഇതിനെ പറ്റിയിട്ടാണ് ഇന്ന് വിശദമായിട്ട് സംസാരിക്കാൻ പോകുന്നത്. കീർത്തി, ഈ പറയുന്ന 3 കാറ്റഗറിയാണ് പൊതുവെ UAE അറ്റസ്റ്റേഷന് വേണ്ടി വരുന്നത് അല്ലേ? അതെ, 3 കാറ്റഗറിയാണ്. അപ്പൊ ഇതിന്റെ ഓരോ കാറ്റഗറിയും ഒന്ന് വിശദീകരിക്കാമോ? ഇപ്പൊ നമുക്ക് ആദ്യം തന്നെ മാരേജ് സർട്ടിഫിക്കറ്റ്, ബർത്ത് സർട്ടിഫിക്കറ്റിലേക്ക് പോകാം. അതെ, മാരേജ് സർട്ടിഫിക്കറ്റ്, ബർത്ത് സർട്ടിഫിക്കറ്റ്, എക്സ്പീരിയൻസ് ഒക്കെ വരും. അതെല്ലാം ഒരു പേഴ്സണൽ കാറ്റഗറിയിലാണ് വരുന്നത്. ഓക്കെ, പേഴ്സണൽ കാറ്റഗറിയിലാണ് ഈ ഡോക്യുമെന്റ്സ് ഒക്കെ വരുന്നത്. അതില് നമ്മള് മോസ്റ്റ്ലി ഡൽഹിയിൽ നിന്നുള്ള ഒരു അറ്റസ്റ്റേഷനും വരുന്നുണ്ട്. പോരാത്തതിന് ട്രിവാൻഡ്രത്ത് നിന്നുള്ള ഒരു അറ്റസ്റ്റേഷൻ, അത് ചോയ്സ് ആണ്. ട്രിവാൻഡ്രത്ത് നിന്ന് വരുന്നത് നോട്ടറി ഹോം തന്നെയാണ്. ഡൽഹിയിൽ നിന്നും നമുക്ക് ഹോം ഡിപ്പാർട്ട്മെന്റിന്റെ അറ്റസ്റ്റേഷൻ ആണ് വരുന്നത്. നോർമലി കേരള ഇഷ്യൂഡ് ഡോക്യുമെന്റ്സിന് നോട്ടറി ഹോം അറ്റസ്റ്റേഷൻ ആണ് നമ്മൾ സജസ്റ്റ് ചെയ്യുക, കസ്റ്റമേഴ്സിന് അഡ്വൈസ് ചെയ്യുക. അപ്പൊ അത് ട്രിവാൻഡ്രത്ത് നിന്നാണ് നോട്ടറൈസ് ചെയ്ത് വരുന്നത്. അത് കഴിഞ്ഞിട്ടാണ് മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സിന്റെ അറ്റസ്റ്റേഷൻ വരുന്നത്, MEA എന്ന് പറയും. അതിനുശേഷമാണ് ഫൈനൽ അറ്റസ്റ്റേഷൻ ആണ് UAE എംബസി അറ്റസ്റ്റേഷൻ. ഫൈനൽ എന്ന് പറയുന്നത് ഡൽഹിയിലത്തെ ഫൈനൽ അറ്റസ്റ്റേഷൻ ഫ്രം ഇന്ത്യ. അത് കഴിഞ്ഞിട്ട് ദുബായിൽ നിന്ന് ഒരു അറ്റസ്റ്റേഷൻ വരുന്നുണ്ട്. അതായത് ആ കൺട്രിയുടെ അറ്റസ്റ്റേഷൻ ആണ് അവിടുത്തെ മിനിസ്ട്രിയുടെ. അതിന്റെ പേരാണ് മോഫ, മിനിസ്ട്രി ഓഫ് ഫോറിൻ അഫയേഴ്സ്. അതാണ് ഇവരുടെ ഏറ്റവും ഫൈനൽ ആയിട്ടുള്ള ഒരു അറ്റസ്റ്റേഷൻ എന്ന് പറയുന്നത്. അങ്ങനെ ഈ 4 കാറ്റഗറി കൂടിയതാണ് ഈ അറ്റസ്റ്റേഷൻ വരുന്നത്. ഇപ്പൊ ഈ ബർത്ത് സർട്ടിഫിക്കറ്റ്, മാരേജ് സർട്ടിഫിക്കറ്റ്, ഈ 4 പ്രോസസ്സും കീർത്തി ഒസാക്കയുടെ റെപ്രസെന്റ് ചെയ്തിട്ട് ഇത് ചെയ്യുന്നുണ്ടോ? ചെയ്യുന്നുണ്ട്. എത്ര ദിവസം കൊണ്ടാണ് ഏകദേശം നമുക്ക് ഈ സർവീസ് കഴിഞ്ഞ് കിട്ടുന്നത്? നമുക്ക് UAE എംബസി അറ്റസ്റ്റേഷൻ വരെയുള്ള പ്രോസസ്സിന് 15 വർക്കിംഗ് ഡേയ്സ് ആണ്. അതായത് 10 to 15 വർക്കിംഗ് ഡേയ്സ് എന്നുള്ള ഡ്യൂറേഷനിലാണ് നമ്മൾ ചെയ്തു കൊടുക്കുന്നത്. ഡൽഹിയിൽ നിന്ന് പോയി വരാനുള്ള ഒരു സമയം കൂടെ കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് കൊടുക്കുന്നത്. ഓക്കെ, പിന്നെ ഇതിലൊരു അഡ്വാൻറ്റേജ് പറയാനായിട്ട് ബർത്ത് സർട്ടിഫിക്കറ്റ്, മാരേജ് സർട്ടിഫിക്കറ്റ് പോലുള്ള ഡോക്യുമെന്റ്സ് ആണെങ്കിൽ നമുക്ക് ഇൻ ഹാൻഡ് തരണം എന്നില്ല. ഇതിപ്പോ നമുക്ക് സേവന ഉണ്ടല്ലോ, സേവന സൈറ്റ് ഉണ്ട്. അതിൽ നിന്ന് നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഡോക്യുമെന്റ്സ് ആണെങ്കിൽ നമുക്ക് അതിന്റെ ഒരു ജസ്റ്റ് നെയിംസ് കിട്ടിയാൽ മതി. നമുക്കത് ഡൗൺലോഡ് ചെയ്തിട്ട് പിന്നെ പാസ്പോർട്ട് കോപ്പീസ് കിട്ടിയാൽ മതി. നമ്മൾ ഇവിടെ നിന്ന് പ്രോസസ് ചെയ്തോളാം. ഇൻ ഹാൻഡ് വരണം എന്നില്ല, ഇൻ പേഴ്സൺ വരണം എന്നില്ല കസ്റ്റമേഴ്സ്. അത്രയും ഡ്യൂറേഷൻ നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഇതുവരെ കീർത്തി പറഞ്ഞത് നമ്മുടെ ബർത്ത് സർട്ടിഫിക്കറ്റ്, മാരേജ് സർട്ടിഫിക്കറ്റിനെ പറ്റിയിട്ടാണ്. ഇനിയിപ്പോ നമുക്ക് അക്കാഡമിക്കൽ സർട്ടിഫിക്കറ്റ്, പ്രത്യേകിച്ച് എംപ്ലോയ്മെന്റ് കാറ്റഗറി വിസയ്ക്കൊക്കെ പോകുന്നവർക്ക് ഏറ്റവും കൂടുതൽ നീഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അക്കാഡമിക്കൽ സർട്ടിഫിക്കറ്റിന്റെ അറ്റസ്റ്റേഷൻ. ഈ അക്കാഡമിക്കൽ സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റേഷനെ പറ്റിയിട്ട് UAE അറ്റസ്റ്റേഷനെ പറ്റി ഒന്ന് വിശദീകരിക്കാമോ? അക്കാഡമിക് സർട്ടിഫിക്കറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ജോബ് വിസയിലൊക്കെ പോകുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഈ അറ്റസ്റ്റേഷൻ മോസ്റ്റ്ലി യൂസ് ചെയ്യുന്നത്. ഇങ്ങനെയുള്ള ഡോക്യുമെന്റ്സിൽ ഇപ്പൊ ദുബായ് പോലുള്ള ഒരു കൺട്രി ആയതുകൊണ്ട് ദുബായ് കുറച്ചും കൂടെ ലിബറൽ ആണ്. ഇപ്പൊ നമുക്ക് SDM ഹോം ഡിപ്പാർട്ട്മെന്റ് വഴി തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. അല്ലാത്ത കേസിലാണ് HRD ഒക്കെ വരുന്നത്. അതായത് ഇവര് വർക്ക് ചെയ്യാൻ പോകുന്ന കമ്പനിയുടെ റിക്വയർമെന്റിൽ HRD പോലുള്ള ഒരു പ്രോസസ് ഉണ്ടെന്നുണ്ടെങ്കിൽ HRD വഴി തന്നെ ചെയ്യണം. ഇല്ലെങ്കിൽ നമുക്ക് SDM ത്രൂ തന്നെ ചെയ്യാൻ പറ്റും. ഹോം ഡിപ്പാർട്ട്മെന്റ് SDM എന്ന് ഉദ്ദേശിക്കുന്നത് ഡൽഹിയിലുള്ള ഹോം ഡിപ്പാർട്ട്മെന്റിന്റെ അറ്റസ്റ്റേഷൻ ആണ്. അത് നോട്ടറി വരും, ഹോം ഡിപ്പാർട്ട്മെന്റിന്റെ സീലും വരും. ഓക്കെ, അത് കഴിഞ്ഞിട്ട് MEA, മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ്, പിന്നെ UAE എംബസി അറ്റസ്റ്റേഷൻ, പിന്നെ മോഫ. എങ്ങനെയാണ് അതിന്റെ ഒരു പ്രോസസ് ഫ്ലോ? അവിടെയും ഈ 4 സെക്ഷൻ വരുന്നുണ്ട്. എന്തായാലും വിസയ്ക്ക് വെക്കുമ്പോ എന്തായാലും ഈ 4 അറ്റസ്റ്റേഷൻ വേണം, മസ്റ്റ് ആണ്. വിസിറ്റ് വിസ ഒഴിച്ച് ബാക്കി എന്ത് വിസ ആണെങ്കിലും അറ്റസ്റ്റേഷൻ മാൻഡേറ്ററി. ഇപ്പൊ ഈ 4 പ്രോസസ്സും നമുക്ക് ഏകദേശം എത്ര സമയം കൊണ്ടാണ് പ്രോസസ് ചെയ്ത് കിട്ടാനുള്ള ഒരു സാധ്യത? നമുക്ക് എംബസി വരെ 10 to 15 വർക്കിംഗ് ഡേയ്സ്. അത് കഴിഞ്ഞിട്ട് മോഫ ആണെങ്കിൽ അഗൈൻ ഒരു 7 to 10 വർക്കിംഗ് ഡേയ്സ് ആണ് എടുക്കുന്നത്. ബിക്കോസ് മോഫയ്ക്ക് അത്ര ഡ്യൂറേഷൻ എടുക്കുന്നില്ലെങ്കിൽ കൂടി അത് പോയി വരാനുള്ള ഒരു ടൈം പീരീഡ്. ബട്ട് ഇപ്പോൾ കസ്റ്റമേഴ്സിന് ദുബായിൽ കളക്ട് ചെയ്യാനുള്ള ഓപ്ഷനും കൂടി ഉണ്ട്. ഇവിടെ നിന്ന് നമ്മൾ ഡൽഹിയിൽ നിന്ന് മോഫയ്ക്ക് വേണ്ടി അയച്ചിട്ട് വേണമെങ്കിൽ കസ്റ്റമേഴ്സിന് അവിടെ നിന്ന് കളക്ട് ചെയ്യാം.
അവർക്ക് പോകാനുള്ള ടൈം പീരീഡ് ആയിട്ടുണ്ടെങ്കിൽ ദേ ക്യാൻ കളക്ട് ഫ്രം ദെയർ. ഓക്കെ. ഇപ്പോൾ ഈ പറഞ്ഞ 2 പ്രോസസ്സ് പറഞ്ഞു കഴിഞ്ഞു. ഇപ്പോൾ ഒന്ന് നമ്മൾ ബർത്ത് സർട്ടിഫിക്കറ്റിനെ പറ്റി പറഞ്ഞു, അക്കാഡമിക്കൽ. പിന്നീട് വരുന്നതാണ് ഈ ലീഗൽ ആയിട്ടുള്ള ചില ഡോക്യുമെന്റ്, അഫിഡവിറ്റുകൾ. പിന്നെ ഇപ്പോൾ ഒരാൾ ഇവിടെ ഇല്ല, അയാൾക്ക് പവർ ഓഫ് അറ്റോർണി കൊടുക്കണം, ഇങ്ങനെയൊക്കെ ഉള്ള പല കാര്യങ്ങളും ഇതിൽ വരുന്നുണ്ട്. അപ്പോൾ ആ ടൈപ്പ് ഓഫ് കാറ്റഗറിയുടെ ഒരു അറ്റസ്റ്റേഷന്റെ ഡീറ്റെയിൽസ് ഒന്ന് വിശദീകരിക്കാമോ? നമുക്ക് അങ്ങനെയുള്ള എൻക്വയറീസും വരാറുണ്ട്, അങ്ങനെയുള്ള ഡോക്യുമെന്റ്സ് നമുക്ക് വരാറുണ്ട്. നമുക്ക് ഈ സെയിം പ്രോസസ്സ് തന്നെയാണ് വരുന്നത്, അതിൽ മാറ്റമൊന്നുമില്ല. പക്ഷെ റേറ്റ് മേ ഡിഫർ. അത് കണ്ടന്റ് ബേസ്ഡ് ആണത്. ആ അഫിഡവിറ്റിൽ അല്ലെങ്കിൽ പവർ ഓഫ് അറ്റോർണിയിൽ എഴുതിയിരിക്കുന്ന കണ്ടന്റിനെ ബേസ് ചെയ്തിട്ട് റേറ്റ് ഡിഫർ ചെയ്യും. കണ്ടന്റും നമ്പർ ഓഫ് പേജസും ആയിരിക്കും അല്ലേ? പേജസ് ഇല്ല, പേജസ് ഡസന്റ് മാറ്റർ. കണ്ടന്റ് ആണ് മെയിൻ ആയിട്ട് നോക്കുന്നത്. കാരണം എംബസിയിൽ ആ കണ്ടന്റിന് ഭയങ്കര വാല്യൂ ആണ്. അപ്പോ അവർ അതിനൊരു എമൗണ്ട് ഇടും. അപ്പൊ ആ എമൗണ്ടേ നമുക്ക് പറയാൻ നിവർത്തിയുള്ളൂ. അപ്പൊ അതിനനുസരിച്ചിട്ടുള്ള ഒരു വാല്യൂ ആണ് എഴുതിടുന്നത്. അതെ, അതായത് കൊമേഴ്ഷ്യൽ ടൈപ്പ് ഓഫ് ഡോക്യുമെന്റ്സ് ഉണ്ടാവുമല്ലോ, അങ്ങനെയുള്ള കണ്ടന്റ്സിനൊക്കെ നല്ലൊരു എമൗണ്ട് വരുന്നുണ്ട്, നല്ലൊരു എമൗണ്ട് എംബസി ചാർജ് ചെയ്യുന്നുണ്ട്. സോ പ്രോസസ് സെയിം തന്നെയാണ്, പ്രോസസ്സിനും ഡ്യൂറേഷനോ യാതൊരു വ്യത്യാസവും വരുന്നില്ല. ബട്ട് എമൗണ്ട് മേ ഡിഫർ. തീർച്ചയായിട്ടും. ഇത് ഈ പറഞ്ഞ എല്ലാ സേവനങ്ങളും ഒസാക്ക ചെയ്തു കൊടുക്കുന്നുണ്ട്? യെസ്, ഓഫ് കോഴ്സ്, എല്ലാം ചെയ്തു കൊടുക്കുന്നുണ്ട്. ടോപ്പ് ടു എൻഡ് നമ്മൾ ചെയ്തു കൊടുക്കും. വെരി ഗുഡ്. ഇന്ന് ഇപ്പൊ UAE പോകാൻ ആഗ്രഹിക്കുന്ന എംപ്ലോയ്മെന്റ് കാറ്റഗറി, വിസിറ്റ് കാറ്റഗറി അല്ലെങ്കിൽ ഫാമിലി വിസിറ്റ് ഒക്കെ ആയിട്ടിരിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നീഡായിട്ടുള്ള ഒരു സ്പേസ് ആണ് നമ്മുടെ അറ്റസ്റ്റേഷൻ എന്ന് പറയുന്നത്. ഇന്ന് ഒസാക്കയുടെ ആ സെക്ഷനിൽ വളരെ സീനിയർ മോസ്റ്റ് ലീഡർ ആയിട്ടുള്ള കീർത്തി ആ അറ്റസ്റ്റേഷനെ പറ്റിയിട്ട് വളരെ വിശദമായിട്ടാണ് നമ്മുടെ അടുത്ത് സംസാരിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും വളരെ സന്തോഷം. നന്ദി. താങ്ക് യു.